ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു ബാങ്കിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ഒരു ബാങ്കർ, ആരാണ് കസ്റ്റമർ, അവർ തമ്മിലുള്ള ജനറൽ റിലേഷൻഷിപ്പും സ്പെഷ്യൽ റിലേഷൻഷിപ്സും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം, ആരാണ് ഒരു ബാങ്കർ. ഡെഫിനിഷൻ ഓഫ് എ ബാങ്കർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഡെഫിനിഷനാണ് BR ആക്ടിന്റെ സെക്ഷൻ 5 സബ്സെക്ഷൻ ബിയിലുള്ള ബാങ്കറിന്റെ ഡെഫിനിഷൻ. എന്താണ്? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ്, ഓർഡർ ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 5B പ്രകാരം ഒരു ബാങ്കിങ് അഥവാ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ബാങ്കർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ, അതായത് തന്റെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും പൈസ ഡെപ്പോസിറ്റായി സ്വീകരിക്കുകയും അതിനെ ലെൻഡ് ചെയ്യുകയും, അതായത് ലോൺ കൊടുക്കുകയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാങ്കർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്ന പൈസ സ്വാഭാവികമായിട്ടും കസ്റ്റമർ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ബാങ്കർ ബാധ്യസ്ഥനാണ്. അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമർ തിരിച്ചു ചോദിക്കുന്നത്? കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നു. ഒന്നുകിൽ ആ ഡെപ്പോസിറ്റ് കാലാവധിയാകുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണോ കസ്റ്റമറിന് പൈസയ്ക്ക് ആവശ്യം വരുന്നത്, ഇൻ കേസ് ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എപ്പോഴാണോ കസ്റ്റമറിന് പൈസയ്ക്ക് ആവശ്യം വരുന്നത് അപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥനാണ്. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബാങ്കർ എന്ന് വെച്ചാൽ എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. ഇതാണ് ഒരു ബാങ്കറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വേറെ എവിടെയാണ് ബാങ്കറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? NA ആക്ടിന്റെ സെക്ഷൻ 3 ബാങ്കർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒറിജിൻ പഠിച്ചപ്പോഴത്തേക്കും ജോൺ പെഗറ്റിന്റെയും ക്രോദറിന്റെയും ഒക്കെ ഡെഫിനിഷൻ നമ്മൾ ബാങ്കറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡെഫിനിഷനാണ് BR ആക്ടിന്റെ സെക്ഷൻ 5 സബ്സെക്ഷൻ ബിയിലുള്ള ബാങ്കറിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് കസ്റ്റമർ ആരാണെന്ന് നോക്കാം. ഒരു കസ്റ്റമറിനെ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? പ്രീവിയസ് നോക്കിയിട്ടുള്ളവർക്കറിയാം എന്താണ് പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു കസ്റ്റമറിനെ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന്. അപ്പൊ എന്താണ്? ഒരു ആക്ടില് എവിഡന്റ് ആയിട്ട് കസ്റ്റമറിന്റെ ഡെഫിനിഷൻ പറയുന്നില്ല. പിന്നെ എവിടെയാണ് കസ്റ്റമറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? KYC ഗൈഡ് ലൈൻസിന്റെ പർപ്പസിന് വേണ്ടിയാണ് ഒരു കസ്റ്റമർ ആരാണ് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ KYC ഗൈഡ് ലൈൻസിന് വേണ്ടിയാണ് ഒരു കസ്റ്റമറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എവിഡന്റ് ആയിട്ട് ഒരു കസ്റ്റമർ എന്നുള്ള വാക്ക് ഒരു നിയമത്തിലും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഈ കസ്റ്റമർ എന്ന വാക്കിന് സിമിലർ ആയിട്ട് ക്ലയന്റ് എന്ന ഒരു വേർഡ് എവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തോളാം. ക്ലയന്റ് എന്നുള്ള വാക്കാണ് എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 പ്രകാരം ആരാണ് ഒരു ക്ലയന്റ്? ഒരു ബാങ്കറുമായി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഫാമിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു കസ്റ്റമർ എന്ന് പറയാമെന്ന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 പറയുന്നു. അപ്പൊ ക്ലയന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് PML ആക്ട് അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. ഒരു കസ്റ്റമർ എന്നുള്ള വാക്ക് ഒരു നിയമത്തിലും എവിഡന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. KYC ഗൈഡ് ലൈൻസിന്റെ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കസ്റ്റമറിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഇൻ ജനറൽ ടേംസ്, a person who is having a bank account and for whom the bank undertakes to provide banking facilities is a customer of the bank. അപ്പൊ എന്താണ് പറയുന്നത്? ജനറലി പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയാണോ ബാങ്ക് പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോ ഓർക്ക, എന്താണ് 2 പോയിന്റ് ഇവിടെ പറഞ്ഞത്? ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തി, പിന്നെന്താണ്? ആർക്ക് വേണ്ടിയാണോ ബാങ്ക് ആക്ട് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണോ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? കസ്റ്റമർ എന്ന് പറയുന്നു. അതുപോലെ ഒരു കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആവാൻ വേണ്ടി ചില പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഹി മസ്റ്റ് ഹാവ് സം സോർട്ട് ഓഫ് എൻ അക്കൗണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ്? ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ബാങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം? ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് പറയുന്നു? ഈവൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ മേ കോൺസ്റ്റിറ്റ്യൂട്ട് ഹിം ആസ് എ കസ്റ്റമർ. ഇങ്ങനെ അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തി ആ അക്കൗണ്ടിൽ ബാങ്ക് മുഖേന ഒറ്റ ട്രാൻസാക്ഷൻ, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ആ വ്യക്തി ആര് തന്നെയാണ്? ബാങ്കിന്റെ കസ്റ്റമർ തന്നെയാണ്. അടുത്ത പോയിന്റ് എന്താണ്?
ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ആന്റിസിപ്പേറ്റഡ് ബട്ട് നോട്ട് ഇൻസിസ്റ്റഡ് അപ്പോൺ. അപ്പൊ എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് ബാങ്കുമായിട്ട് ഇടപാട് നടത്തുന്ന ഒരു വ്യക്തി ബാങ്കിന്റെ ഒരു നല്ല കസ്റ്റമറാണ്. പക്ഷേ ഈ ഫ്രീക്വൻസി ഒരു മാൻഡേറ്ററി ഫാക്ടർ ആണോ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം? അല്ല. നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ എന്താണ് പറഞ്ഞത്? ഒരു സിംഗിൾ ട്രാൻസാക്ഷനേ ഉള്ളൂ എങ്കിൽ പോലും ആ വ്യക്തി ബാങ്കിന്റെ കസ്റ്റമർ തന്നെയാണ്. അപ്പൊ ആ പോയിന്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ ഒരു ഗുഡ് ഫാക്ടർ തന്നെയാണ്, ഒരു നല്ല ഫാക്ടറാണ്. പക്ഷെ എന്തല്ല, അതൊരു നിർബന്ധമായ ഘടകമല്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. ഈ ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ, അതായത് ഒരു കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്യാൻ ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ജോൺ പെഗറ്റ് ആണ്. ജോൺ പെഗറ്റ് ആണ് ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ ഒരു കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞത്. അതുകൂടെ ഓർത്തു വെക്കുക, പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്ത് പറയുന്നു? ദ ഡീലിംഗ്സ് മസ്റ്റ് ബി ഓഫ് ബാങ്കിങ് നേച്ചർ. കസ്റ്റമറും ബാങ്കുമായിട്ടുള്ള ഡീലിംഗ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ബാങ്കിങ് നേച്ചറിലുള്ള ഡീലിംഗ്സ് ആയിരിക്കണം. അതുപോലെ എന്ത് പറയുന്നു? എ കാഷ്വൽ ട്രാൻസാക്ഷൻ ക്യാരിഡ് ഓൺ ത്രൂ എ ബാങ്ക് വിത്തൗട്ട് ഹാവിംഗ് എ ബാങ്ക് അക്കൗണ്ട് വിൽ നോട്ട് മേക്ക് എ പേഴ്സൺ ദ കസ്റ്റമർ ഓഫ് ദ ബാങ്ക്. അപ്പൊ എന്താണ്, ഒരു അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തി എന്തെങ്കിലും ഒരു കാഷ്വൽ ട്രാൻസാക്ഷന് വേണ്ടി ബാങ്കിൽ വന്നാൽ ആ വ്യക്തി ഒരിക്കലും ബാങ്കിന്റെ ആരാവില്ല? കസ്റ്റമർ ആവില്ല എന്ന് പറയുന്നു. എന്താണ് ഈ കാഷ്വൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്റെ അച്ഛനൊരു ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് അതേ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. അച്ഛൻ എഴുതി തന്ന ഒരു ചെക്ക് മാറാൻ വേണ്ടി ഞാൻ ബാങ്കിൽ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല. അച്ഛന്റെ അക്കൗണ്ടിലുള്ള ചെക്ക് മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. അങ്ങനെയുള്ള കേസിൽ എന്താണ്, ഞാൻ അവിടെ ചെയ്യുന്നത് ഒരു കാഷ്വൽ ട്രാൻസാക്ഷൻ ആണ്. കാരണം എന്താ, എനിക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, ഞാൻ ആ ബാങ്കിന്റെ കസ്റ്റമർ അല്ല. അപ്പോ ഞാനും ബാങ്കുമായിട്ട് അവിടെ നടക്കുന്ന ചെക്ക് ഇടപാടിന് എന്തെന്ന് പറയാൻ പറ്റില്ല? ബാങ്കിങ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ ആയി പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഞാൻ ആ ബാങ്കിന്റെ കസ്റ്റമർ അല്ല. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ പ്രീ റിക്വസൈറ്റ്സ്? ആ വ്യക്തിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ എന്താ, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ മാത്രമേ ബാങ്കുമായിട്ട് നടത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും ഇങ്ങനെ അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ കസ്റ്റമർ എന്ന് തന്നെ പറയും. ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ മാൻഡേറ്ററി ഫാക്ടർ അല്ല. അതുപോലെ അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തി ബാങ്കുമായിട്ട് എന്തെങ്കിലും ഒരു കാഷ്വൽ ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നെങ്കിൽ ആ വ്യക്തി എന്തെന്ന് പറയാൻ പറ്റില്ല? ബാങ്കിന്റെ കസ്റ്റമറായി പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് എന്താണ്? നമുക്കിനി ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിലേക്ക് പോവാം. എന്താണ് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? The relationship between banker and customer depends upon the service provided by the banker or availed by the customer. അപ്പോൾ ബാങ്കർ കസ്റ്റമറിന് എന്ത് തരത്തിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അഥവാ കസ്റ്റമർ ബാങ്കറിൽ നിന്ന് എന്ത് സർവീസാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാറിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാ? ജനറൽ റിലേഷൻഷിപ്പും സ്പെഷ്യൽ റിലേഷൻഷിപ്പും. നമ്മൾ ബേസിക് ആയിട്ട് എക്സാംസിൽ കണ്ടുവരുന്ന ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ക്രെഡിറ്റർ ഡെറ്റർ, ലെസർ ലെസി, ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ജനറൽ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. പിന്നെ എന്താണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നത്? ഒബ്ലിഗേഷൻ ഓഫ് ബാങ്കർ. എന്തൊക്കെ വരും? ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഒരു കസ്റ്റമറിന്റെ അക്കൗണ്ടിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു വ്യക്തി വന്ന് ചോദിച്ചാൽ കസ്റ്റമറിന്റെ അക്കൗണ്ട് ബാലൻസോ അല്ല ലോണിന്റെ ഔട്ട്സ്റ്റാൻഡിങ്ങോ ഒക്കെ പറഞ്ഞു കൊടുക്കാതിരിക്കുക. അങ്ങനെ കസ്റ്റമറിന്റെ അക്കൗണ്ടിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതുപോലെ എന്താണ്, ഒരു കസ്റ്റമർ സഫീഷ്യന്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ചെക്ക് മുഖാന്തരം പൈസ വിഡ്രോ ചെയ്യാൻ വരുമ്പോൾ ആ ചെക്ക് ഓണർ ചെയ്യുന്നതും എല്ലാം സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ജനറൽ റിലേഷൻഷിപ്പും സ്പെഷ്യൽ റിലേഷൻഷിപ്പും. നോക്കാം ഏതൊക്കെയാണ് ജനറൽ റിലേഷൻഷിപ്പ്. ആദ്യത്തെ റിലേഷൻഷിപ്പാണ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. The relationship between banker and customer is primarily that of a debtor and creditor. അപ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ഒരു പ്രൈമറി റിലേഷൻഷിപ്പ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. എപ്പോഴാണ് ബാങ്ക് ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമായി മാറുന്നത്? When the customer deposits money, banker becomes the debtor and the customer becomes the creditor. അതായത് എന്താണ്, ഒരു കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പൈസ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും
ഒന്നുകിൽ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ കേസ് ആണെങ്കിൽ എപ്പോഴാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ബാങ്ക് ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ബാങ്ക് ആരാണ്? കസ്റ്റമറിന്റെ കടക്കാരൻ അഥവാ ഡെറ്റർ ആണ്. ഈ പൈസ തിരിച്ചു കിട്ടാനുള്ള അവകാശമുള്ള വ്യക്തിയാണ് കസ്റ്റമർ. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ആരാണ്? ക്രെഡിറ്റർ ആണ്. അപ്പോൾ ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമായി മാറുന്നു. ഇനി ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. പ്രീവിയസിലൊക്കെ ഈ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പൊതുവെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് തന്നെ ക്വസ്റ്റ്യനിൽ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് എന്ന് തിരിച്ചു ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലോ ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്റെ കേസിൽ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് ചോദിച്ചാൽ ഏതെഴുതും? ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ്. കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്കർ ഡെറ്ററുമായി വരുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് ഈസ് ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ്. ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ റിലേഷൻഷിപ്പ് ആണ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ഏറ്റവും പ്രൈമറി ആയിട്ട് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. എപ്പോഴാണ് ബാങ്ക് ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമായി മാറുന്നത്? ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്റെ കേസിലാണ് ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമായി മാറുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, ഏതൊരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിലും ബാങ്കർ ഡെറ്റർ തന്നെയാണ് ആവുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഒരു ലോൺ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് വന്നാലും അവിടെ ബാങ്കർ ആര് തന്നെയാണ്? ഡെറ്റർ തന്നെയാണ്. എന്താണ്? ലോൺ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ, ലോൺ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് വന്നാലും ബാങ്കർ ആര് തന്നെയാണ്? ഡെറ്റർ തന്നെയാണെന്ന് ഓർത്തോളാം. പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഒരു ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ അവിടെ ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. അതുപോലെ ഏത് ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് വന്നാലും ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണെന്ന് ഓർത്തോളാം. നമുക്കിനി നെക്സ്റ്റ് പോവാം. ഏതാണ്? ദ ബാങ്കർ ആസ് എ പ്രിവിലേജ്ഡ് ഡെറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്റെ കേസിൽ ബാങ്കർ ഡെറ്റർ അഥവാ കസ്റ്റമറിന്റെ കടക്കാരനാണ്. ഇങ്ങനെ ഡെറ്റർ ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ബാങ്കർ ചില പ്രിവിലേജസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പ്രിവിലേജസ് നോക്കാം. A banker as a debtor enjoys many privileges like എന്താണ് ആദ്യത്തേത്? The customer must come to the banker and make an express demand in writing for repayment of money. അപ്പൊ എന്താണ്? അവിടെ ഒരു എക്സ്പ്രസ് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി. അല്ലാതെ എന്താണ്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ പോലും കാലാവധിയായി കിടന്നാലും കസ്റ്റമറിനെ അങ്ങോട്ട് വിളിച്ച് പൈസ കൊടുക്കേണ്ട ബാധ്യത ആർക്ക് വരുന്നില്ല? ബാങ്കറിന് വരുന്നില്ല. സ്വാഭാവികമായിട്ടും കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായിരിക്കണം? ഒരു എക്സ്പ്രസ് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദ ഡിമാൻഡ് ബൈ ദ ക്രെഡിറ്റർ മസ്റ്റ് ബി മെയ്ഡ് അറ്റ് പ്രോപ്പർ പ്ലേസ് ആൻഡ് ടൈം. അപ്പൊ അടുത്ത ഫാക്ടർ ആണ് പ്രോപ്പർ പ്ലേസ് ആൻഡ് ടൈമിലായിരിക്കണം ഈ ഡിമാൻഡ് ഉന്നയിക്കുന്നത്. പ്രോപ്പർ പ്ലേസ് എന്ന് വെച്ചാൽ എന്താണ്? ബാങ്കിങ് പ്രിമൈസസിനുള്ളിലായിരിക്കണം. അല്ലാതെ ഈ ബാങ്ക് മാനേജറുമായിട്ടുള്ള പേഴ്സണൽ ഒരു ബന്ധം വെച്ചിട്ട് ബാങ്കിന്റെ പുറത്ത് വെച്ച് അയാളെ കാണുമ്പോഴത്തേക്കും എൻ്റെ FD കാലാവധിയായി, എനിക്കത് തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ അതെന്തല്ല? പ്രോപ്പർ പ്ലേസിലുള്ള ഡിമാൻഡ് അല്ല. അതുപോലെ നമുക്കറിയാം, ഒരു FD കാലാവധി ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ബ്രാഞ്ചിലാണോ FD ഇട്ടത് അതേ ബ്രാഞ്ചിൽ പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? FD ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു ബ്രാഞ്ചിൽ പോയി ഡിമാൻഡ് ചെയ്താൽ അതെന്തല്ല? പ്രോപ്പർ പ്ലേസിലുള്ള ഡിമാൻഡ് അല്ല. പിന്നെ എന്താണ് പ്രോപ്പർ ടൈമിലുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്? ബാങ്കിങ് അവേഴ്സിനുള്ളിലായിരിക്കണം. ഇപ്പൊ 10 മണി മുതൽ 5 മണി വരെയാണ് ഒരു ബാങ്കിന്റെ പ്രവർത്തന സമയമെങ്കിൽ ഈ സമയത്തിനുള്ളിലായിരിക്കണം കസ്റ്റമർ വന്ന് എന്ത് ഡിമാൻഡ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് തിരികെ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രോപ്പർ പ്ലേസിലും ടൈമിലും അല്ലാതെയുള്ള ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ ബാങ്കിന് ഒബ്ലിഗേഷൻ ഇല്ല എന്ന് ഓർത്തോളാം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഡിമാൻഡ് ഷുഡ് ബി മെയ്ഡ് ഇൻ പ്രോപ്പർ ഫോം. പ്രോപ്പർ ഫോമിലായിരിക്കണം ഡിമാൻഡ് ഉന്നയിക്കുന്നത്. എന്താണ്? റിട്ടേൺ ആയിരിക്കണം ഡിമാൻഡ്. വെറുതെ വെർബലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ ബാങ്കർ നിർബന്ധിതനാവണമെന്നില്ല. എന്തായിരിക്കണം? പ്രോപ്പർ ഫോമിലായിരിക്കണം. അതായത് റിട്ടേൺ ഡിമാൻഡ് ആയിരിക്കണം. നമുക്കറിയാം, നമ്മളൊരു ബാങ്കിൽ പോയി എന്താണ്, ഒരു SBയിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ വിഡ്രോവൽ സ്ലിപ്പ് എഴുതി കൊടുക്കണം, അല്ലേ? ഇനി FD ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിലോ നമ്മൾ FD റെസിപ്റ്റിന്റെ ബാക്കിൽ ഒപ്പിട്ട് കൊടുക്കണം. അതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് റിട്ടേൺ കൺസെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കണമെങ്കിലും ഒരു റിട്ടേൺ കൺസെന്റ് വേണം, അല്ലെങ്കിൽ റിട്ടേൺ ഡിമാൻഡ് ഉണ്ടായിരിക്കണം. വെർബലി മാത്രം ഉണ്ടായാൽ ബാങ്കർ നിർബന്ധിതനല്ല.
അപ്പൊ എന്താണ്? പ്രോപ്പർ ഫോമിലുള്ള ഡിമാൻഡ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യത്തത് കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്രസ് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ദ ഡിമാൻഡ് ഷുഡ് ബി മെയ്ഡ് അറ്റ് പ്രോപ്പർ പ്ലേസ് ആൻഡ് ടൈം. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ദ ഡിമാൻഡ് ഷുഡ് ബി മെയ്ഡ് ഇൻ പ്രോപ്പർ ഫോം. ഓക്കെ, അടുത്തത് നോക്കാം, ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഡെറ്റർ ക്രെഡിറ്റർ ആണ് പറഞ്ഞത്. ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്റെ കേസിലോ അല്ലെങ്കിൽ ഒരു ലോൺ അക്കൗണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള കേസ് ആണെങ്കിലോ ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമായി വരുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എപ്പോഴാണ് ബാങ്കർ ക്രെഡിറ്ററും കസ്റ്റമർ ഡെറ്ററുമായി മാറുന്നത്? ഇതേ സിറ്റുവേഷൻ നേരെ തിരിച്ചാലോചിച്ചാൽ മതി. എന്താണ്? ഇൻ ദ കേസ് ഓഫ് ലോൺ അക്കൗണ്ട്, ദ ബാങ്കർ ഈസ് ദ ക്രെഡിറ്റർ ആൻഡ് ദ കസ്റ്റമർ ഇസ് ദ ഡെറ്റർ. അപ്പോ ബാങ്കിന്റെ കസ്റ്റമറായ ഞാൻ ബാങ്കിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. ഓക്കെ, 10 വർഷം. സ്വാഭാവികമായിട്ടും നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നത് മിക്ക ബാങ്കുകളിലും 120 മാസം അല്ലെങ്കിൽ 10 വർഷത്തിന്റെ കണക്കിലൊക്കെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ 10 വർഷത്തെ കാലാവധിയുള്ള ഒരു 2 ലക്ഷം രൂപയുടെ ലോൺ ഞാൻ എടുക്കുന്നു. ഓക്കെ, മാസാമാസം അതിന് ഇൻട്രസ്റ്റ് വരും. ഞാൻ ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് അടയ്ക്കാത്ത പക്ഷെ എന്ത് വരും? പിഴ പലിശ അഥവാ പീനൽ ഇൻട്രസ്റ്റ് വരും. അതുപോലെ ഈ 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 10 വർഷം ആവുന്നതിനുള്ളിൽ ഈ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ബാധ്യതയും എനിക്കുണ്ട്. അപ്പൊ ലോൺ എടുത്താൽ അതിന്റെ മുതലായ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും പീനൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുമെല്ലാം തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? കസ്റ്റമറായ ലോൺ എടുത്ത വ്യക്തിയായ എനിക്കുണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ ആരായി മാറും? ബാങ്കിന്റെ കടക്കാരനായി മാറും, ബാങ്കിന്റെ ഡെറ്ററായി മാറും. അതുപോലെ തന്നെ ഇങ്ങനെ ലോൺ കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ബാങ്കറിനുണ്ട്. അതുകൊണ്ട് ബാങ്കർ ആരാവുന്നു? ക്രെഡിറ്റർ ആവുന്നു. അപ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒരു ലോൺ അക്കൗണ്ടിന്റെ കേസിൽ എന്താവും? ബാങ്കർ ക്രെഡിറ്ററും കസ്റ്റമർ ഡെറ്ററുമാവും. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പായി മാറുന്നു. ഓക്കെ, അപ്പൊ ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെറ്റർ ക്രെഡിറ്റർ ആണെങ്കിൽ ലോൺ അക്കൗണ്ടിന്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, എന്താണ് പറയുന്നത്? A customer remains a creditor of the bank as long as the account is in credit balance. അപ്പൊ ഏത് സമയം വരെയാണോ ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത്, അതായത് ഡെപ്പോസിറ്റ് ബാലൻസ് ഉള്ളത്, അതുവരെ ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമായിട്ട് ഇരിക്കും. എപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് മാറുന്നത്? ദിസ് റിലേഷൻഷിപ്പ് ഈസ് റിവേഴ്സ്ഡ് ആസ് സൂൺ ആസ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഈസ് ഓവർഡ്രോൺ ഓർ എ ലോൺ ഈസ് ടേക്കൺ. ഏത് പോയിന്റിലാണോ ഈ ഡെപ്പോസിറ്റ് ബാലൻസ് അഥവാ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ഓവർഡ്രോ ചെയ്യുന്നത്, അതായത് ഡെപ്പോസിറ്റ് ബാലൻസിനെക്കാളും കൂടുതൽ പൈസ നമ്മൾ കറണ്ട് അക്കൗണ്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കും. അതെന്താണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ? അക്കൗണ്ടിലെ ഡെപ്പോസിറ്റ് ബാലൻസിനെക്കാളും കൂടുതൽ വിഡ്രോ ചെയ്യാനുള്ള ഒരു അവകാശം കസ്റ്റമറിന് കൊടുക്കുന്നതിനാണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ ഓവർഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ ഡെബിറ്റ് ബാലൻസ് വന്നാലോ അല്ലെങ്കിൽ കസ്റ്റമറെ ലോൺ എടുത്താലോ റിലേഷൻഷിപ്പ് എന്തായിട്ട് റിവേഴ്സ് ചെയ്യും? ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് ആയിട്ട് റിവേഴ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ബാങ്കർ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. ഏത് പോയിന്റിലാണോ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വരുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് ഓവർഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ ലോൺ എടുക്കുന്നത്, ലോണിന് സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് തന്നെ ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴാണോ ഡെബിറ്റ് ബാലൻസ് ആവുന്നത്, കസ്റ്റമർ അക്കൗണ്ട് ഓവർഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത്, അപ്പോൾ ബാങ്കർ ക്രെഡിറ്ററും കസ്റ്റമർ ഡെറ്ററുമായി മാറുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? Therefore, it is concluded that the primary relationship between a banker and the customer is that of debtor and creditor. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാമെന്ന് പറയുന്നു? പ്രൈമറിലി ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. ആരാണ് ഡെറ്റർ, ആരാണ് ക്രെഡിറ്റർ എന്നുള്ള റിലേറ്റീവ് പൊസിഷൻ എങ്ങനെ മാറും? എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അനുസരിച്ച് മാറും. അപ്പൊ കസ്റ്റമറിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ നിലവിലെ സ്റ്റേറ്റ് എന്താണ്, നിലവിൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നുള്ളതിനനുസരിച്ച്, അക്കൗണ്ട് ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണോ ലോൺ അക്കൗണ്ട് ആണോ എന്നുള്ളതിനനുസരിച്ച് ആരാണ് ഡെറ്റർ ആരാണ് ക്രെഡിറ്റർ എന്നുള്ള പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. അൾട്ടിമേറ്റ്ലി പ്രൈമറി റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണ്? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇങ്ങനെ ഒരു ഒപ്പീനിയൻ മുന്നോട്ട് വച്ചത് ജോൺ പെഗറ്റ് ആണ്.
നമ്മൾ നേരത്തെ ജോൺ പെഗറ്റിന്റെ ഒരു കാര്യം പറഞ്ഞു, എന്താണ് ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ കസ്റ്റമറിന്റെ ഒരു എസെൻഷ്യൽ ഫാക്ടർ ആയിട്ട് പറഞ്ഞത് ജോൺ പെഗറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ദ പ്രൈമറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് ദ കസ്റ്റമർ ഈസ് ദാറ്റ് ഓഫ് ഡെറ്റർ ക്രെഡിറ്റർ. എപ്പോഴാണ് അതിന്റെ പൊസിഷൻ മാറുന്നത്? അക്കൗണ്ടിന്റെ സ്റ്റേറ്റ് അനുസരിച്ച് ആരാണ് ഡെറ്റർ ആരാണ് ക്രെഡിറ്റർ എന്നുള്ള പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചതും ജോൺ പെഗറ്റ് ആണ് എന്ന് ഓർക്കണം. അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ റിലേഷൻഷിപ്പാണ് ബെയ്ലി ബെയ്ലർ റിലേഷൻഷിപ്പ്. നമ്മൾ ഈ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ബെയിൽമെന്റ് എന്ന് പഠിക്കണം. ബെയിൽമെന്റിനെ എവിടെ ഡിഫൈൻ ചെയ്യുന്നു? സെക്ഷൻ 148 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് ബെയിൽമെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 148 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെയിൽമെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. ബെയിൽമെന്റിന്റെ ഡെഫിനിഷനും വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അപ്പോൾ 148 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് ബെയിൽമെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ഡെഫിനിഷൻ? A bailment is the delivery of goods from one person to another for some purpose upon a contract. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ആദ്യത്തെ പോയിന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ്. ഇതാണ് രണ്ട് പോയിന്റ്. ഒന്നാമത്തത് എന്താണ്? ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയാണ് ഈ ഡെലിവറി നടക്കുന്നതെന്നും ഓർത്തുകൊള്ളുക. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, എന്താണ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു വസ്തുവിന്റെ കൈമാറ്റം നടക്കുന്നു. ഇങ്ങനെ കൈമാറ്റം നടന്നാൽ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം? പൊസഷന്റെ ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. ഓക്കെ, ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ പൊസഷന്റെ ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അത് നടക്കുന്നത്? എന്തെങ്കിലും ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡെലിവറി നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ടു ദ ബെയിലർ വെൻ ദി പർപ്പസ് ഈസ് ഫുള്ളി മെറ്റ്. അപ്പൊ എപ്പോഴാണോ ഈ പർപ്പസ് മീറ്റ് ചെയ്യുന്നത്, അപ്പൊ എന്ത് ചെയ്യും? ഈ ഡെലിവറി ചെയ്ത ഗുഡ്സ് തിരിച്ച് റീഡെലിവറി ചെയ്യപ്പെടും, ഓണറുടെ കയ്യിലേക്ക് തിരിച്ചു വരും. അതാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. A bailment is the delivery of goods from one person to another for some purpose upon a contract. After the purpose is accomplished, it should be returned to the bailor. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു വസ്തുവിനെ കൈമാറ്റം ചെയ്യുന്നു. എന്നാണോ ആ പർപ്പസ് മീറ്റ് ചെയ്യുന്നത്, പർപ്പസ് കംപ്ലീറ്റ് ആവുന്നത്, ആ വസ്തുവിനെ തിരിച്ച് ഓണറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള പോയിന്റിൽ ഒരു ബെയിൽമെന്റ് കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബെയിൽമെന്റിന്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തയ്യൽ കടക്കാരന്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു 2 മീറ്റർ തുണിയുണ്ട്. അതെനിക്ക് എന്ത് ചെയ്യണം? തയ്ച്ചൊരു ചുരിദാറാക്കണം. ഞാൻ എന്ത് ചെയ്യും? ഈ തയ്ക്കുക എന്നുള്ള പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു വസ്തുവായ ഈ തുണി ഞാൻ ആ ടൈലറിന്റെ കടയിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ തയ്യൽ കടക്കാരന് കൈമാറ്റം ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നു. എന്താണ് അവിടെ എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? തുണി തയ്ച്ച് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. ഇതിനു വേണ്ടി എൻ്റെ ഒരു വസ്തു, എൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവായ തുണിയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ തയ്യൽ കടക്കാരന് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നു, ഡെലിവറി ചെയ്തു കൊടുക്കുന്നു. എന്നാണോ അയാൾ തുണി തയ്ച്ച് അതിനെ ഒരു ചുരിദാറിന്റെ രൂപത്തിലാക്കി മാറ്റുന്നത്, അന്ന് ആ വ്യക്തി എന്ത് ചെയ്യും? ഈ വസ്തു, ഈ തുണിയെ എനിക്ക് തിരിച്ചു തരും. അപ്പോൾ അവിടെ ഒരു ബെയിൽമെന്റ് കംപ്ലീറ്റ് ആവും, എൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യും. എൻ്റെ പർപ്പസ് എന്തായിരുന്നു? തുണി തയ്ച്ച് കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് തുണി തയ്ച്ച് കിട്ടി, ആ പർപ്പസ് മീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ വസ്തുവായ ആ തുണിയെ അയാൾ എന്ത് ചെയ്യും? ടൈലർ തിരിച്ച് എനിക്ക് തരുന്നു. അങ്ങനെ അവിടെ ബെയിൽമെന്റ് കംപ്ലീറ്റ് ആവുന്നു. അപ്പൊ ഇവിടെ ബെയിൽമെന്റിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ടത് ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട്, അഥവാ പൊസഷന്റെ കൈമാറ്റമുണ്ട്. അതുപോലെ ഇങ്ങനെ പൊസഷന്റെ കൈമാറ്റം നടക്കുന്നത് അഥവാ ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഓർത്തുകൊള്ളാം. നമുക്കിനി നോക്കാം. When the banker receives gold ornaments or important documents for safe custody, the banker becomes the bailee and the customer becomes the bailor. അപ്പൊ എന്തെങ്കിലും ഒരു ഗോൾഡ് ഓർണമെന്റ്സോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സോ ഒക്കെ കസ്റ്റമർ ബാങ്കിന് എന്ത് ചെയ്യുന്നു? സേഫ് കസ്റ്റഡിക്ക്, സുരക്ഷിതമായി സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ ആ വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണ്? കസ്റ്റമർ ആണ്. അതുകൊണ്ട് കസ്റ്റമർ അവിടെ ബെയിലറും ബാങ്ക് ബെയിലിയും ആവുന്നു. നമുക്കിങ്ങനെ ഈ ബെയിലർ ആരാണ്, ബെയിലി ആരാണ് എന്നുള്ള കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എപ്പോഴും ഓർത്ത് വെക്കാനുള്ളൊരു ട്രിക്കാണ്. എന്താണ്? ഓണറിന്റെ കൂടെ ഇർ എന്നുള്ളത് ഓണറിന്റെ കൂടെ വരും. അതായത് ബെയിലറിൽ എന്തുണ്ട്? ബെയിലറിൽ ഇർ എന്നുള്ളൊരു സൗണ്ട് ഇല്ലേ? ആ ഇർ എന്നുള്ള സൗണ്ട് വരുന്നത് എപ്പോഴും ആരുടെ കൂടെ ആയിരിക്കും? ഓണറിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഓണർ കസ്റ്റമർ ആണ്, അതുകൊണ്ട് കസ്റ്റമർ ബെയിലർ. ബെയിലർ ബാങ്ക് ആരാവുന്നു? ഈ വസ്തുവിന്റെ കൈവശാവകാശം സ്വീകരിക്കുന്ന വ്യക്തിയാണ് ബാങ്കർ. അതുകൊണ്ട് ബാങ്ക് അവിടെ ബെയിലി, ബാങ്ക് ബെയിലി.
ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് അപ്പൊ എന്തായിരിക്കും? ബെയിലി ബെയിലർ റിലേഷൻഷിപ്പ്. നേരെ തിരിച്ചു ചോദിക്കുകയാണ്, കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് എന്താണ്? ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ്. അപ്പൊ ക്വസ്റ്റ്യൻ എപ്പോഴും കാണുമ്പോൾ അവിടെ ബാങ്കർ കസ്റ്റമർ ആണോ കസ്റ്റമർ ബാങ്കർ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. ഇവിടെ ബെയിൽമെന്റിന്റെ കേസിൽ അല്ലെങ്കിൽ ബെയിലർ ബെയിലി റിലേഷൻഷിപ്പിന്റെ കേസിൽ, സേഫ് കസ്റ്റഡിയുടെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബെയിലി ബെയിലറും, കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബെയിലർ ബെയിലിയുമാണ്. ഓണറിന്റെ കൂടെ ആയിരിക്കും എപ്പോഴും സൗണ്ട് വരുന്നത്. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് പഠിക്കാൻ ഏറ്റവും നല്ലൊരു ട്രിക്കാണ് ഈ ഓണറിന്റെ കൂടെ സൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി മൂന്നാമത്തെ റിലേഷൻഷിപ്പ് നോക്കാം. ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. എപ്പോഴാണ് ബാങ്ക് ട്രസ്റ്റിയും കസ്റ്റമർ ബെനിഫിഷ്യറിയുമായി മാറുന്നത്? അതിനു മുന്നേ എന്താണിടാ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത്? ട്രസ്റ്റ് മീൻസ് ദി ഒബ്ലിഗേഷൻ ഓഫ് എ ഫേം ഓർ എ പേഴ്സൺ ടു ലുക്ക് ആഫ്റ്റർ ഓർ പ്രിസർവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ പേഴ്സൺ. അപ്പം മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി സൂക്ഷിക്കുകയോ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് പ്രിസർവ് ചെയ്യുകയോ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഫേമിന്റെ, നമ്മുടെ കേസിൽ ബാങ്കിന്റെ ഒബ്ലിഗേഷനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു വസ്തു പ്രിസർവ് ചെയ്യാനുള്ള ബാങ്കിന്റെ ഒബ്ലിഗേഷൻ, അങ്ങനെ ഒബ്ലിഗേഷൻ ഉള്ളപ്പോൾ ബാങ്ക് അവിടെ ട്രസ്റ്റി ആയിട്ട് മാറുന്നു. ആരുടെ വസ്തുവാണോ ബാങ്ക് സൂക്ഷിക്കുന്നത് ആ വ്യക്തി ആരായി മാറുന്നു? ബെനിഫിഷ്യറി ആയി മാറുന്നു. അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. വെൻ എ കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് മണി ഇൻ ടു ദ ബാങ്ക് വിത്ത് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ടു റീറ്റെയിൻ ദ മണി ടിൽ ഫർദർ ഇൻസ്ട്രക്ഷൻ. ഫർദർ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് വരെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ബാങ്ക് ട്രസ്റ്റിയും കസ്റ്റമർ ബെനിഫിഷ്യറിയുമായി മാറുന്നു. അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ബട്ട് നോ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഓൺ ഇറ്റ്സ് ഡിസ്പോസൽ. കസ്റ്റമർ ബാങ്കിൽ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ പൈസ എന്ത് ചെയ്യണമെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഫ്യൂച്ചറിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല എങ്കിലും ബാങ്ക് ഒരു ട്രസ്റ്റി റിലേഷൻഷിപ്പിലാണ് ഈ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ആർട്ടിക്കിൾസ് ലെഫ്റ്റ് ഇൻഅഡ്വേർട്ടൻ്റ്ലി ബൈ ദ കസ്റ്റമർ അറ്റ് ദ ബാങ്ക്, അതായത് കസ്റ്റമറിന്റെ അനാസ്ഥ മൂലമോ അല്ലെങ്കിൽ മറവി കാരണമോ ബാങ്കിൽ ചില ആർട്ടിക്കിൾസ് വിട്ടിട്ട് പോയാൽ, മറന്നു വെച്ചിട്ട് പോയാൽ, അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ബാങ്ക് സൂക്ഷിക്കുന്നതും ഒരു ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പിലാണ്. അപ്പം എന്താണ്, ഒരു ഫർദർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് വരെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷന്റെ പുറത്ത് എന്തെങ്കിലും മണി ഡെപ്പോസിറ്റ് ചെയ്തത് സൂക്ഷിക്കുക. അത് ഏത് റിലേഷൻഷിപ്പാണ്? ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പാണ്. അതുപോലെ കസ്റ്റമർ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ ആ പൈസ എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിലും ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പാണ്. അതുപോലെ കസ്റ്റമറിന്റെ അനാസ്ഥ മൂലമോ അല്ലെങ്കിൽ മറവി കാരണമോ നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഇൻഅഡ്വേർട്ടൻ്റ്ലി ചില ആർട്ടിക്കിൾസ് ബാങ്കിൽ വിട്ടിട്ട് പോയാൽ അപ്പോഴും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് ആണെന്ന് ഓർക്കുക. അടുത്തതിലേക്ക് പോവാം. ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. എപ്പോഴാണ് ബാങ്കർ ഏജന്റും കസ്റ്റമർ പ്രിൻസിപ്പളുമായി മാറുന്നത്? അതിനു മുന്നേ എന്താണ് ഒരു ഏജൻസി റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. എവിടെയാണ് ഒരു ഏജന്റിനെ അഥവാ ഏജൻസി കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 182 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 148 ബെയിൽമെന്റ് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ അടുത്ത സെക്ഷൻ 182 എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ഏജന്റ് ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ആരാണ് ഒരു ഏജന്റ്? ആൻഡ് ഏജന്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുക അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ വേണ്ടി നിയുക്തനായ വ്യക്തിയാണ് ഏജന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? റെപ്രസെന്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് എ തേർഡ് പേഴ്സൺ. ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി മറ്റൊരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളിനെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഏജന്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്തെന്ന് പറയും? ഏജന്റ് എന്ന് പറയുന്നു. അപ്പൊ സിമ്പിളായിട്ട് ഓർത്തു വെക്കാം, ഞാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു തരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എൻ്റെ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ എക്സാമ്പിളായിട്ട് പറയാം, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ചെക്ക് മാറാൻ പോകുന്നു, പക്ഷേ അത് ഞാൻ ചെയ്യാതെ എനിക്ക് വേണ്ടി ബാങ്ക് ചെയ്തു തരുന്നു. അപ്പൊ ഞാൻ ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ എനിക്ക് വേണ്ടി ബാങ്ക് ചെയ്യുന്നു. ചെക്ക് കളക്ഷന് ബാങ്ക് വിടുന്നു ഓൺ ബിഹാഫ് ഓഫ് മീ.
അപ്പൊ എനിക്ക് വേണ്ടി ബാങ്ക് ഒരു ഫംഗ്ഷൻ ചെയ്താൽ ബാങ്ക് എൻ്റെ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ ആരാണ്? പ്രിൻസിപ്പൽ ആണ്. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തായി മാറും? അപ്പോ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പായി മാറുന്നു. നോക്കാം. ഇൻ എക്സിക്യൂട്ടിംഗ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ്, എന്തെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷന്റെ പുറത്താണ് ബാങ്ക് കസ്റ്റമറിന് വേണ്ടി ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആണ്. ഈ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ നമുക്ക് ബാങ്കിൽ ഒരു FD ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് ബാങ്കിൽ എന്തുണ്ട്? ഒരു 2 ലക്ഷം രൂപയുടെ FD ഉണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഞാൻ ആ പൈസ FD ഇടുമ്പോൾ മാസാമാസം ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും അല്ലേ, ഒരു പലിശ ജനറേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് എവിടെ പോകണമെന്ന് പറയാം? എൻ്റെ SB അക്കൗണ്ടിലേക്ക് പോകണമെന്ന് എനിക്ക് ആവശ്യപ്പെടാം. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? മാസാമാസം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് എത്തുമ്പോൾ ആ മാസത്തെ ഇൻട്രസ്റ്റ് എൻ്റെ SB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാണ് എൻ്റെ FDയുടെ ഇൻട്രസ്റ്റ് എനിക്ക് ആ ബാങ്കിൽ തന്നെയുള്ള ഒരു RD, ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? മാസാമാസം ഈ FDയിൽ ജനറേറ്റ് ചെയ്യുന്ന പൈസ എൻ്റെ RDയിലേക്ക് അടച്ചു കൊടുക്കും. അവിടെ ഞാൻ ആദ്യമേ കൊടുത്ത ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷന്റെ പുറത്താണ് ബാങ്ക് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കൊടുത്ത ഒരു ഇൻസ്ട്രക്ഷന്റെ പുറത്ത് ഫ്രീക്വൻ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ബാങ്ക് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇപ്പൊ ഈ RDയിൽ പോയി പൈസ അടയ്ക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലേ? മാസാമാസം RDയിൽ പൈസ അടയ്ക്കേണ്ടത് ഞാനാണ്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ കൊടുത്ത ഇൻസ്ട്രക്ഷന്റെ പുറത്ത് എന്താണ്? ബാങ്കർ തന്നെ ചെയ്യുന്നു. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ബാങ്കർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷന്റെ പുറത്ത് ആക്ട് ചെയ്യുമ്പോൾ ബാങ്ക് എൻ്റെ ഏജന്റും ഞാൻ പ്രിൻസിപ്പളുമായി മാറുന്നു. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കണ്ടാൽ ഓർത്തോണം, ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആണ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെ പറയാം നമുക്ക്? പേയ്മെന്റ് ഓഫ് ഫോൺ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ എക്സെട്ര. അപ്പൊ എന്താണ്? കസ്റ്റമറിന് വേണ്ടി ഫോൺ ബില്ല് പേ ചെയ്ത് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ വെൻ ദ ബാങ്ക് ബൈസ് ആൻഡ് സെൽ ഷെയർസ്, കസ്റ്റമറിന് വേണ്ടി ഷെയർ പർച്ചേസ് ചെയ്യുകയോ സെയിൽ നടത്തുകയോ ചെയ്യുന്നു. പിന്നെന്താ? കളക്ട് ചെക്ക്, ബിൽ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പേ ഇൻഷുറൻസ് പ്രീമിയ, കസ്റ്റമറിന് വേണ്ടി ചെക്ക് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബിൽസ് സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതുപോലെ ഇൻഷുറൻസ് അടയ്ക്കുന്നു, പേസ് ഇൻഷുറൻസ് പ്രീമിയ. എന്ത് പറഞ്ഞു? കസ്റ്റമറിന് വേണ്ടി ഫോൺ ബില്ലോ ഇലക്ട്രിസിറ്റി ബില്ലോ പേ ചെയ്യുന്നതും, കസ്റ്റമറിന് വേണ്ടി ചെക്ക് കളക്ഷന് പോകുന്നതും, അതുപോലെ എന്താണ്? ബിൽസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും, ഇൻഷുറൻസ് കസ്റ്റമറിന് വേണ്ടി പേ ചെയ്യുന്നതുമെല്ലാം ഏജൻസി റിലേഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷനിൽ വരുന്നതാണെന്ന് ഓർത്തോളാം. ഇവിടെ ബാങ്ക് കസ്റ്റമറിന്റെ ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്നു, കസ്റ്റമറാണ് പ്രിൻസിപ്പളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. നേരെ റിവേഴ്സ് ആയിട്ട് കസ്റ്റമർ ബാങ്ക് റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ് ഏതാണ്? ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ്. ലെസ്സർ ലെസ്സി ഇവിടെ എന്താ? ലീസിന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? ലെസ്സർ ലെസ്സി എന്ന് പറഞ്ഞാൽ ഒരു ലീസിന്റെ ഫാക്ടറാണ് അവിടെ പറയുന്നത്. This relationship happens when the banker gives safe deposit locker to the customer. അപ്പൊ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ടു ദ കസ്റ്റമർ, ബാങ്കിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലോക്കർ. അപ്പൊ ലോക്കർ ആരുടെ പ്രോപ്പർട്ടിയാണ്? ബാങ്കിന്റെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ബാങ്കിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലോക്കർ ഒരു എന്താണ്? മാസാമാസം കസ്റ്റമർ അടയ്ക്കുന്ന റെന്റിന് പുറത്ത് കസ്റ്റമറിന് ഉപയോഗിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നു. അങ്ങനെ ലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ബാങ്കർ ആരായി മാറുന്നു? ബാങ്കറാണ് ലെസ്സർ അല്ലെങ്കിൽ ഹയറർ ആയിട്ട് മാറുന്നത്, കസ്റ്റമറാണ് ലെസ്സി ആയിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? ഓണറിന്റെ കൂടെ സൗണ്ട് വരും. ഇവിടെ ലോക്കറിന്റെ ഓണറാണ് ബാങ്കർ. അതുകൊണ്ട് തന്നെയാണ് ബാങ്കറിന്റെ അവിടെ എന്ത് വന്നത്? ലെസ്സർ എന്ന് വന്നത്. ബാങ്കർ ആണ് ഇവിടെ ലെസ്സർ, മാറിപ്പോവരുത്. ബാങ്കർ ആണ് ലെസ്സർ, കസ്റ്റമർ ആണ് ലെസ്സി. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ്. അപ്പൊ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എന്ന് കണ്ടാല് എന്താണ് റിലേഷൻഷിപ്പ്? ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് ആണ്. ഇൻ കേസ് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ഓഫ് ലെസ്സർ ലെസ്സി. റിവേഴ്സ് ആയിട്ട് കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് ചോദിച്ചാലോ ലെസ്സി ലെസ്സർ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലോക്കറിലുള്ള വസ്തുക്കൾക്ക് മേല് അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ബാങ്കിന് ലയബിലിറ്റി ഉണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ നമ്മുടെ ടെക്സ്റ്റുകളിലെല്ലാം പണ്ട് ഉള്ള ടെക്സ്റ്റുകളിലെല്ലാം എന്താണ്? ബാങ്കിന് ലയബിലിറ്റി ഇല്ല എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പുതിയ ലോക്കർ റൂൾസ് പ്രകാരം ബാങ്കിന് ലയബിലിറ്റി ഉണ്ട് എന്നാണ്
പറഞ്ഞിട്ടുള്ളത്. RBIയുടെ പുതിയ ലോക്കർ റൂൾസ് പ്രകാരം എന്താണ്, ബാങ്കിന് ലയബിലിറ്റി ഉണ്ട്. ഇതുപോലത്തെ ലോക്കറിലുള്ള എന്തെങ്കിലും സാധനങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ ബാങ്കിന് ലയബിലിറ്റി ഉണ്ട് എന്ന് ഓർത്ത് വെച്ചോളാം. പുതിയ ലോക്കർ റൂൾസ് പ്രകാരമാണ്. അടുത്തത് എന്താണ്, അഡ്വൈസർ ക്ലയന്റ് റിലേഷൻഷിപ്പ്. എന്താണ് അഡ്വൈസർ ക്ലയന്റ് റിലേഷൻഷിപ്പ്? When a customer invests in securities, the banker acts as advisor. അതായത് എന്താ, കസ്റ്റമർ ഒരു പുതിയ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത ആളാണ് കസ്റ്റമർ. സ്വാഭാവികമായിട്ട് അയാൾ എന്ത് ചെയ്യും, നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാങ്കറിന്റെ അടുത്ത് അഡ്വൈസിന് പോവുകയാണ് കസ്റ്റമർ. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കും. ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടമാണോ ലാഭമാണോ വരുന്നത്, ലോങ് ടേമിൽ ഇത് എങ്ങനെ പോവും എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി കസ്റ്റമറിന് ഒരു അഡ്വൈസ് ബാങ്ക് കൊടുക്കുന്നു. അതുകൊണ്ട് അഡ്വൈസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബാങ്ക് ആരായി മാറും, അഡ്വൈസർ ആയിട്ട് മാറും. ഈ അഡ്വൈസ് സ്വീകരിക്കുന്ന കസ്റ്റമർ ആരായി മാറും, ക്ലയന്റ് ആയി മാറും. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താവും, അപ്പോൾ അഡ്വൈസർ ക്ലയന്റ് റിലേഷൻഷിപ്പ് ആവും. അപ്പോൾ when the customer invests in security, the bank acts as the advisor. എന്തുകൊണ്ടാണ്, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ ബാങ്കിന്റെ ഉപദേശം തേടും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്നത് കൊണ്ട് ബാങ്ക് അവിടെ അഡ്വൈസറായി മാറുന്നു. While giving advice, the banker has to take maximum care. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ ബാങ്കർ എന്ത് ചെയ്യണം, അറ്റ്മോസ്റ്റ് കെയർ, വളരെ സൂക്ഷിച്ച് വേണം അഡ്വൈസ് കൊടുക്കാൻ. കറക്റ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള അഡ്വൈസ് വേണം കൊടുക്കാൻ. അങ്ങനെ കൊടുക്കാത്ത പക്ഷം എന്ത് സംഭവിക്കും, ഈ അഡ്വൈസിന്റെ പുറത്ത് ഏതെങ്കിലും പുതിയൊരു ഷെയറിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റിയിൽ കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി കസ്റ്റമറിന് നഷ്ടം വന്നാൽ ഈ ബാങ്കറിന്റെ അഡ്വൈസിന് പുറത്താണല്ലോ കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അഡ്വൈസ് തെറ്റാണെന്ന് വരികയും ബാങ്കിന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ബാങ്കർ എന്ത് ചെയ്യണം, മാക്സിമം കെയർ എടുത്ത് മാത്രമേ അഡ്വൈസ് കൊടുക്കാൻ പാടുള്ളൂ. ഇൻ സച്ച് കേസ് ദ ബാങ്കർ ഇസ് ദി അഡ്വൈസർ ആൻഡ് ദ കസ്റ്റമർ ഇസ് ദ ക്ലയന്റ്. അപ്പോൾ ഇങ്ങനൊരു അഡ്വൈസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ബാങ്കർ അഡ്വൈസറും കസ്റ്റമർ ക്ലയന്റുമായി മാറുന്നു. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തായി മാറുന്നു, അഡ്വൈസർ ക്ലയന്റ് റിലേഷൻഷിപ്പായി മാറുന്നു. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇതുവരെ ജനറൽ റിലേഷൻഷിപ്പ് പറഞ്ഞു. ചില ബേസിക് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ജനറൽ റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇപ്പോൾ പറഞ്ഞതും പിന്നെ കുറച്ച് എക്സ്ട്രാ എക്സാമ്പിൾസും ഒക്കെ ഒരു ടേബിൾ ഫോർമാറ്റിലൂടെ നോക്കാം. ആദ്യം എന്താ പറയുന്നത്, ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോൺ അക്കൗണ്ടിന്റെ ഫീച്ചറുള്ള ഒരു അക്കൗണ്ട്, പക്ഷേ എന്താണ്, അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിലും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് ആണ്. രണ്ടാമത് എന്ത് പറയുന്നു, ലോൺ ഓവർഡ്രാഫ്റ്റ് ഓർ ക്യാഷ് ക്രെഡിറ്റ്. എന്താണ്, ഒരു ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ദാറ്റ് ഈസ് ഹാവിങ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി, അല്ലെങ്കിൽ എന്താണ്, ഒരു ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പെക്യുലർ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്താണ്, ഇതിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്. അങ്ങനെയുള്ള കേസിൽ എന്താണ് നമ്മൾ റിലേഷൻ പറഞ്ഞത്, ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് ആണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. പിന്നെ എന്താ, ബാങ്കർ ഡിസ്കൗണ്ട്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഓർത്ത് വെക്കണം, ഒരു ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ബാങ്കർ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുന്ന കേസിൽ ഏതിന് സിമിലർ ആയിട്ടുള്ള റിലേഷനാണ് വരുന്നത്, ഒരു ലോൺ അക്കൗണ്ടിന് സിമിലർ ആയിട്ടുള്ള റിലേഷനാണ് വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് ആണ്. പിന്നെന്ത് പറയുന്നു, ബാങ്കർ എക്സിക്യൂട്ടിംഗ് എനി സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ, കളക്ഷൻ ഓഫ് ചെക്ക്, ബിൽ എക്സെട്ര. അപ്പം എന്തെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കസ്റ്റമർ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷന്റെ പുറത്ത് ബാങ്ക് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കസ്റ്റമറിന് വേണ്ടി ചെക്ക് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബില്ല് കളക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസിൽ എന്താണ്, ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. പിന്നെയോ, സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്, മെയിൽ ട്രാൻസ്ഫർ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അപ്പം കസ്റ്റമറിന് വേണ്ടി എന്താണ്, സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ എന്താ, മെയിൽ ട്രാൻസ്ഫർ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നു. ഈ മെയിൽ ട്രാൻസ്ഫറും ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബാങ്കിന്റെ ഏജൻസി ഫംഗ്ഷൻ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഏജൻസി ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ അവിടെ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ ഏജൻസി ഫംഗ്ഷനിൽ. അപ്പോൾ ഈ മെയിൽ ട്രാൻസ്ഫർ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ഇതെല്ലാം ഏതിലാണ് വരുന്നത്, ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിലാണ് വരുന്നത്. അതുപോലെ അടുത്തത് എന്താ, when the bank accepts jewels documents from a customer for safe custody. അപ്പോൾ സേഫ് കസ്റ്റഡിയുടെ കേസിൽ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ബാങ്ക് എന്ത് ചെയ്യുന്നു, ജുവൽസും ഡോക്യുമെന്റ്സും ഒക്കെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നു. അപ്പോൾ ബാങ്ക് അവിടെ ബെയിലിയും കസ്റ്റമർ ബെയിലറുമായിട്ട് വരുന്നു. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ബെയിലി ബെയിലർ റിലേഷൻഷിപ്പ്. രണ്ടാമത്തത് എന്താ,
when the customer taken a safe deposit locker. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ബാങ്കർ ഇസ് ദ ലെസ്സർ ആൻഡ് ദ കസ്റ്റമർ ഇസ് ലെസ്സി. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് ആണ്. ഇനിയോ when a customer pledges goods, നമ്മൾ പറയാത്തൊരു പോയിന്റ് ആണ്. എന്താണ്? കസ്റ്റമർ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ആ ലോണിന്റെ ജാമ്യത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജുവലോ അല്ലെങ്കിൽ ഡോക്യുമെന്റോ എന്തെങ്കിലും മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യുന്നു? പ്ലെഡ്ജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? പോണി പോണർ റിലേഷൻഷിപ്പ് ആണ്. അഥവാ വേറെന്ത് പേര് പറയാം? പ്ലെഡ്ജി പ്ലെഡ്ജർ. കസ്റ്റമർ അവിടെ പ്ലെഡ്ജറും ബാങ്കർ അവിടെ പ്ലെഡ്ജിയുമായിട്ട് വരുന്നു. അല്ലെങ്കിൽ കസ്റ്റമർ പോണറും ബാങ്ക് പോണിയുമായിട്ട് വരുന്നു. ഇവിടെ ഈ എന്താണ് സെക്യൂരിറ്റി വയ്ക്കുന്ന ഈ ജുവൽസിന്റെ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ ഉടമസ്ഥൻ ആരാണ്? കസ്റ്റമർ ആണ്. നമ്മൾ പറഞ്ഞു ഓണറിന്റെ കൂടെ ഇറന്നുള്ള സൗണ്ട് വരും. അതുകൊണ്ട് തന്നെ പ്ലെഡ്ജർ അഥവാ പോണർ ആണ് കസ്റ്റമർ. ബാങ്ക് ആരായിട്ട് വരും? പ്ലെഡ്ജി അഥവാ പോണി. അപ്പൊ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് പ്ലെഡ്ജി പ്ലെഡ്ജർ റിലേഷൻഷിപ്പ്. അടുത്തത് എന്താ? when the customer mortgage any immovable property with the bank for security for advance. അപ്പൊ എന്താ പറഞ്ഞത്? കസ്റ്റമർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഇങ്ങനെ ലോൺ എടുക്കുന്നതിന് കസ്റ്റമർ ഈടായിട്ട് വെക്കുന്നത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈട് വെക്കുമ്പോൾ അവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്? എന്താണ് മോഡ് ഓഫ് ചാർജിങ് സെക്യൂരിറ്റി? മോർഗേജ് ആണെന്ന് ഓർത്തോളാം. അങ്ങനെ മോർഗേജിന്റെ കേസിലുള്ള ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ മോർഗേജ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ആരാണ്? കസ്റ്റമർ ആണ്. അതുകൊണ്ട് തന്നെ ഇറ് ചേർത്ത് കസ്റ്റമർ ആരായി മാറുന്നു? മോർഗേജറായി മാറുന്നു. ബാങ്ക് ആരായി മാറുന്നു? മോർഗേജി ആയി മാറുന്നു. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മോർഗേജി മോർഗേജർ റിലേഷൻഷിപ്പ് ആണ്. ഈ വാക്കിൽ നിന്ന് തന്നെ കിട്ടില്ലേ? ഇവിടെ മോർഗേജ് ഉണ്ട്, അതേ സെയിം വാക്കുകളാണ് വരുന്നത്. പിന്നെ ആരുടെ കൂടെയാണ് ഈ മോർഗേജർ മോർഗേജ് എന്നുള്ളതിന് മാത്രമേ ഡൗട്ട് വരുള്ളൂ. അതിന് നമ്മൾ എന്താണ് ടിപ്പ് പറഞ്ഞു? ഓണറിന്റെ കൂടെ ഇറ ചേർക്കുക. അതുകൊണ്ട് കസ്റ്റമർ ആണ് ഓണർ, കസ്റ്റമർ മോർഗേജറും ബാങ്ക് മോർഗേജിയും ആയിട്ട് വരുന്നു. അടുത്തത് എന്താണ്? when the customer gives power of attorney to the banker. ഒരു പവർ ഓഫ് അറ്റോർണിയുടെ കേസിൽ ബാങ്കിന് കസ്റ്റമർ എന്തെങ്കിലും പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നു. പവർ ഓഫ് അറ്റോർണി എന്തിനാണ് കൊടുക്കുന്നത്? ഒരു റൈറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു അധികാരം പതിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് പവർ ഓഫ് അറ്റോർണി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പവർ ഓഫ് അറ്റോർണിയുടെ കേസിൽ എന്താണ് റിലേഷൻ? ഡോണി ഡോണർ റിലേഷൻഷിപ്പ് ആണ്. ഡോണി ഡോണർ റിലേഷൻഷിപ്പ്. അപ്പൊ ഈ അധികാരം പതിപ്പിച്ചു കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ എന്താണ് ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന ആൾ, അവിടെ ഡൊണേറ്റ് എന്ന് ആലോചിക്കുക. ഡൊണേറ്റ് ചെയ്യുന്നു, എഴുതി കൊടുക്കുന്നതിന് നമുക്ക് ഡൊണേറ്റ് എന്ന് ആലോചിക്കാം. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആള് ഡോണർ. നമ്മൾ ഈ രക്തദാനം ചെയ്യുന്നൊക്കെ പറയില്ലേ, രക്തം ഡൊണേറ്റ് ചെയ്യുന്ന ആൾ നമ്മൾ എന്തെന്ന് പറയും? ഡോണർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുക്കുന്ന ആള് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് എന്താ ആലോചിക്കാം? ഡൊണേറ്റ് ചെയ്യുന്ന ആൾ, അധികാരം ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആരാണ്? കസ്റ്റമർ ആണ്. അതുകൊണ്ട് കസ്റ്റമർ ഡോണറായി വരുന്നു. ഇത് സ്വീകരിക്കുന്ന ബാങ്കർ ആരാണ്? ഡോണിയായി മാറുന്നു. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തായി മാറും? ഡോണി ഡോണർ റിലേഷൻഷിപ്പായി മാറുന്നു. അടുത്തത് നോക്കാം. അസൈൻമെന്റ് ഓഫ് LIC പോളിസി. LIC പോളിസി മാത്രമല്ല, എന്താണ് ആക്ഷനബിൾ ക്ലെയിംസിന്റെ റൈറ്റ് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അസൈൻമെന്റിന്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? അസൈനി അസൈനർ. അസൈൻ ചെയ്ത് കൊടുക്കുന്നു, റൈറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളാണ് കസ്റ്റമർ. കസ്റ്റമറിനെ എന്തെന്ന് പറയും? അസൈനർ എന്ന് പറയും. ബാങ്കറിനെ അസൈനി എന്ന് പറയും. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് അസൈനി അസൈനർ. പിന്നെ എന്താണ്? ഹൈപ്പോത്തിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഹൈപ്പോത്തിക്കേഷൻ എന്താ? ഒരു മൂവബിൾ പ്രോപ്പർട്ടി ചാർജ് വെച്ചുകൊണ്ട് ലോൺ എടുക്കുന്നതിന് തന്നെയാണ്, ആ മോഡ് ഓഫ് ചാർജിങ്ങിനാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്താ? പൊസഷന്റെ ട്രാൻസ്ഫർ വരില്ല. നമ്മളത് മോഡ്സ് ഓഫ് ചാർജിങ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഹൈപ്പോത്തിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് പാർട്ടീസ് ഉണ്ടാവും നമുക്കറിയാം. ഓണറാണ് ഹൈപ്പോത്തിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് ഓണറാണ് അഥവാ കസ്റ്റമർ ആണ്. അതുകൊണ്ട് കസ്റ്റമറിനെ ഹൈപ്പോത്തിക്കേറ്റർ എന്നും ബാങ്കിനെ ഹൈപ്പോത്തിക്കേറ്റി എന്നും പറയും. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ഹൈപ്പോത്തിക്കേറ്റി ഹൈപ്പോത്തിക്കേറ്റർ റിലേഷൻഷിപ്പ് ആണ്. ഇതെല്ലാം നമുക്ക് ഈ വേർഡ്സിൽ നിന്ന് കിട്ടുമല്ലേ? ഹൈപ്പോത്തിക്കേഷൻ ആണ് അവിടെ നമ്മുടെ കീ വേർഡ്. അതിന്റെ റിലേഷൻഷിപ്പ് എന്താണ്? ഹൈപ്പോത്തിക്കേറ്റി ഹൈപ്പോത്തിക്കേറ്റർ.
പിന്നെന്താണ് പർച്ചേസ് ഓഫ് ഡ്രാഫ്റ്റ് ബൈ കസ്റ്റമർ. കസ്റ്റമർ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഡ്രാഫ്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ഒരു DD പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ അവിടെ ആരാണ്, ക്രെഡിറ്ററും ബാങ്ക് ഈ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥതയുള്ള ഡെറ്ററുമായി മാറുന്നു. ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. അപ്പൊ ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് ഡ്രാഫ്റ്റ് ബൈ കസ്റ്റമർ, ബാങ്കർ ഇസ് ദ ഡെറ്റർ ആൻഡ് ദ കസ്റ്റമർ ഇസ് ദ ക്രെഡിറ്റർ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്, ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. അടുത്തതോ പേയ് ഓഫ് ഡ്രാഫ്റ്റ്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിന് ഒരു പേയ് കാണും അല്ലെ, പൈസ കിട്ടുന്ന ഒരാൾ കാണും. അങ്ങനെ പൈസ കിട്ടുന്ന ആളും ബാങ്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ബാങ്ക് ഇസ് ദ ട്രസ്റ്റി ആൻഡ് ദ കസ്റ്റമർ ഇസ് ദ ബെനിഫിഷ്യറി. അതായത് പേയ് ആരായിട്ട് വരും, ബെനിഫിഷ്യറി ആയിട്ട് വരും, ബാങ്ക് ട്രസ്റ്റി ആയിട്ട് വരും. അപ്പൊ ഇൻ കേസ് ഓഫ് പേയ് ഓഫ് ഡ്രാഫ്റ്റ്, പേയും ഈ ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് ആണ്. ഈ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. അടുത്തത് റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ദ ബാങ്ക് വേർ ദ എമൗണ്ട് ഹാസ് നോട്ട് ബീൻ റിക്കവേർഡ്. അപ്പൊ എന്താണ്, ബാങ്ക് ഒരു കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്ക് ഒരു റോങ് ക്രെഡിറ്റ് എൻട്രി നടത്തി. റോങ് ക്രെഡിറ്റ് എൻട്രി നടത്തിയെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ അത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി. പക്ഷെ ബാങ്കിന് ഈ പൈസ ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ പൈസയാണ്ടാ, ബാങ്കിന്റെ പൈസയാണ്. ഒരു ട്രസ്റ്റിന്റെ പുറത്ത് ഇപ്പോഴും അത് കസ്റ്റമറിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ബാങ്ക് ആരാണ്, ബെനിഫിഷ്യറി ആണ്. ട്രസ്റ്റിന്റെ പുറത്ത് ഈ പൈസ കൈവശം വെച്ചിരിക്കുന്ന ആള് കസ്റ്റമർ ആണ്. അതുകൊണ്ട് കസ്റ്റമർ ഇസ് ദ ട്രസ്റ്റി. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് അവിടെ എന്താണ്, ബെനിഫിഷ്യറി ട്രസ്റ്റി റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ദ ബാങ്ക് വെർ ദ എമൗണ്ട് ഹാസ് നോട്ട് ഫാർ ബീൻ റിക്കവേർഡ്. ഇങ്ങനെയുള്ള കേസിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ബെനിഫിഷ്യറി ട്രസ്റ്റി റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ജനറൽ റിലേഷൻഷിപ്സ് ആണ് നോക്കിയത്. ആരാണ് ബാങ്കർ എന്ന് പറഞ്ഞു, ആരാണ് കസ്റ്റമർ എന്ന് പറഞ്ഞു, പിന്നെന്താണ് ഡെറ്റർ ക്രെഡിറ്റർ, ക്രെഡിറ്റർ ഡെറ്റർ, ലെസ്സർ ലെസ്സി, ബെയിലി ബെയിലർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ജനറൽ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. എക്സാംസിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്പെഷ്യൽ റിലേഷൻഷിപ്സ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.